ചട്ടമ്പി കല്യാണി. രചന ദിയ ദേവേന്ദു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ക്യാമറ ചേട്ടന്മാർ ഫോട്ടോ പിടിക്കാൻ റെഡിയായി നിന്നു. പെട്ടെന്ന് എല്ലായിടവും നിശബ്ദമായി. മുറ്റത്ത് വെച്ചിരിക്കുന്ന സ്പീക്കറിൽ നിന്നും ചൽത്താ ചൽത്താരെ എന്ന ഗാനം അന്തരീക്ഷത്തിലേക്ക് ഒഴുകിയത്. പെൺകുട്ടികളെല്ലാവരും ചേർന്ന് കല്ലുവിനെ കൂട്ടി താഴേക്ക് നടന്നു. സ്റ്റെയറിലും വീടിന്റെ പല ഭാഗങ്ങളിലും മഞ്ഞ നിറത്തിലുള്ള ബലൂണുകളും തോരണങ്ങളും സ്ഥാനം പിടിച്ചിരുന്നു. നടന്നു മുറ്റത്തെത്തിയതും കല്ലുവിനെ ചേച്ചിമാർ രണ്ടുപേരും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുപോയി സ്റ്റേജ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നിടത്ത് കൊണ്ടുപോയി ഇരുത്തി. വീടിനും പുറത്തും ഗേറ്റിലും അതിലുമായി തൂക്കിയിട്ടിരിക്കുന്ന LED ബൾബുകളുടെ പ്രകാശത്തെ എടുത്തു കാട്ടും ഇത് ഇരുട്ട് പരന്നിരുന്നു. സ്റ്റേജ് നിറയെ മഞ്ഞയും ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. കല്ലിനു മുമ്പിൽ മഞ്ഞ വിരിപ്പുള്ള ഒരു കൊച്ചു ടേബിൾ, ഒരു തളികൾ വെറ്റിലയും മൈലാഞ്ചിയും വെച്ചിരുന്നു. ഒരു പാത്രത്തിലായി മഞ്ഞളും ചന്ദനം അരച്ച മിശ്രിതവും വെച്ചിട്ടുണ്ട്. ഒരു കൂടയിൽ പഴവും പൈനാപ്പിളും മാമ്പഴവും വേറൊരു പാത്രത്തിൽ ചെറുനാരങ്ങയും വെച്ചിട്ടുണ്ട്. അവ കൂടാതെ രണ്ടു വശത്തായി 2 പ്ലേറ്റുകളിൽ ഒന്നിൽ മഞ്ഞളിടവും മറ്റേതിൽ മഞ്ഞ നിറത്തിലെ ജിലേബി ഇരിക്കുന്നു. കല്ല് മുമ്പിലേക്ക് നോക്കി. അവിടെയുള്ളവരും വന്നവരെല്ലാം മഞ്ഞ ഡ്രസ്സുകളിൽ തിളങ്ങി നിൽക്കുന്നു. ആകെ ഒരു മഞ്ഞമയം. ആ പാട്ട് തീർന്നു. കണ്ണിൽ നിന്നും ഒരു മിന്നാമിന്നി പ്ലേ ആയി. അപ്പോൾ ബാലേട്ടനും രാധുവും വന്ന് അവൾക്ക് ചെണ്ടുമല്ലി പൂ കൊണ്ട് ക്രൗൺ വെച്ച് കൊടുത്തു. അടുത്തതായി യദുവും കസിൻസും വന്ന് പൂ കൊണ്ടുള്ള മാലയും ബ്രേസ്ലെറ്റും ഒക്കെ ഇട്ടുകൊടുത്തു. പിന്നെ അമ്മായിമാർ രണ്ടുപേരും അവിടെ 2 സൈഡിലും വന്നിരുന്ന് അവിടെ 2 കൈയിലേക്ക് ഓരോ വെറ്റില വെച്ച് കൊടുത്ത് അതിലേക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തു. അവർ മാറിയപ്പോൾ ബാക്കി ബന്ധുക്കളും വന്ന് അങ്ങനെ ചെയ്തിട്ട് പോയി. അവസാനം അച്ചുവും മീനും വന്ന് മൈലാഞ്ചിട്ട് തിരിഞ്ഞ് സ്റ്റേജിന്റെ 2 അറ്റത്തേക്ക് മാറി നിന്നു. എല്ലാവരും അവരെ തന്നെ നോക്കി. സ്പീക്കറിൽ നിന്നും അടുത്ത ഗാനം ഉയർന്നു. അവർ അതിനൊത്ത് ചൂട് വെക്കാൻ തുടങ്ങി. നിഹയും അമ്മുവും ആരും കൂടെ കൂടി. കരഘോഷം ഉയർന്നു. ഇവരിതൊക്കെ എപ്പോ ഒപ്പിച്ചു എന്നറിയാതെ കല്ല് അവർ അന്തം വിട്ട് നോക്കുന്നുണ്ട്. ആ ഡാൻസ് തീർന്നോടെ മൈലാഞ്ചി ചടങ്ങ് തീർന്നു. പിന്നെ മഞ്ഞൾ തേക്കലായി. അതിന് വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും എന്നിന് വഴിയെ പോയവർ വരെ വന്ന് തേച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾ തേച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ലഡുവോ ജിലേബിയോ കിട്ടും. അതുകൊണ്ട് സ്നേഹക്കൂടുതൽ കൊണ്ട് മഞ്ഞൾ വാരി കോരി തേച്ചു കൊടുത്ത ഫ്രണ്ട്സിനും കസിൻസിനും കല്ലു അതിന്റെ ഇരട്ടി സ്നേഹം തിരികെ കൊടുത്തു. അങ്ങനെ കാര്യപരിപാടിയുടെ അവസാനം എന്നോണം ലാസ്റ്റ് പാട്ട് ചൊകടാ തേര പ്ലേ ആയതും അവളുമാരെല്ലാം കൂടി കല്ലുവിനെ വലിച്ച് താഴെ ഇറക്കി. ആവേശവും കൂക്കിവിളികളുമായി എല്ലാവരും ചേർന്ന് ആഘോഷം കൊഴുപ്പിച്ചു. കലാശക്കൊട്ട നിലക്ക് ഏട്ടന്മാരൊരു പാത്രത്തിൽ മഞ്ഞൾ വെള്ളത്തിൽ കലക്കി കൊണ്ടുവന്ന് ഡാൻസിൽ മുഴുകുന്ന കല്ലുവിന്റെ മേത്തേക്ക് വീശി ഒഴിച്ചു. ശുഭം. പിറ്റേന്ന് പിള്ളേരെല്ലാം ഉറക്കപ്പിശാചികളായതുകൊണ്ട് ഉറക്കം കളഞ്ഞുള്ള ഒരു പരിപാടിയും ചാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഭക്ഷണവും കൃത്യസമയത്ത് കഴിക്കണമല്ലോ. അതുകൊണ്ട് ഇടസമയത്ത് ബ്യൂട്ടീഷ്യൻ ചേച്ചി വന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് പോയി. അലങ്കാരങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞുകൊണ്ട് എല്ലാവരും സ്വസ്ഥമായിരുന്ന് കത്തിയടി തുടങ്ങി. അച്ഛന്മാരും അമ്മമാരും എല്ലാവരും ഹാളിൽ കൂടി. ഏട്ടന്മാർ സിറ്റൗട്ടിലെ ഒരുക്കങ്ങളൊക്കെ നോക്കി ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം. അമ്മമാർ അടുക്കളയിൽ കൂടിയിട്ടുണ്ട്. പെൺകുട്ടികൾ മുകളിൽ കൂടി. ആദ്യം കുറച്ച് ഗെയിംസും അന്ത്യാക്ഷരിയൊക്കെ ആയിരുന്നു. പിന്നെ കൗമാരം കഴിയാത്ത പിള്ളേരെ ഓടിച്ചു വിട്ടിട്ട് ചേച്ചിമാർ കല്ലുവിനെ ഉപദേശിക്കാൻ തുടങ്ങി. ചേച്ചിമാരെന്ന് പറയുന്ന മിഥില ചേച്ചി, ആതിരി ചേച്ചി, മിഥുൻ ചേട്ടന്റെ ഭാര്യ സാക്ഷി ചേച്ചി, അർജുൻ ചേട്ടന്റെ ഭാര്യ കാവ്യ ചേച്ചി. കല്യാണം കഴിഞ്ഞ് പാലിക്കേണ്ട ആചാരമര്യാദകളാണ് വിഷയം. അമ്മമാര് പറഞ്ഞേൽപ്പിച്ച പണിയായതുകൊണ്ട് ഉപദേശിച്ച് അവസാനം അവർ വിഷയത്തിൽ നിന്നും തെന്നി മാറി. ഇപ്പോൾ പറയുന്ന ഭാര്യ ഒരു ഗ്ലാസ് പാലുമായിട്ട് ഭർത്താവിന്റെ മുറിയിലെത്തുന്നതാണ്. ഭർത്താവാകത്തിൽ ഈ ഭാര്യ അകത്തേരി പാല് മേശപ്പുറത്ത് വെച്ചൊരു കട്ടിൽ ചെന്നിരിക്കണം. കാവ്യ. അല്ലെങ്കിൽ ജനാൽക്ക് പോയി നിന്നാലും മതി. മിഥില. ഇനി ഭർത്താവ് റൂമിലുണ്ടെങ്കിൽ കഥകടച്ച് കുറ്റിയിട്ടിട്ട് നാണിച്ച് പാൽ ഗ്ലാസ് പുള്ളിക്കാരൻ്റെ നേരെ നീട്ടണം. ആതിര. പുള്ളിക്കാരത് വാങ്ങിക്കുടിച്ചിട്ട് പകുതി തരും, അത് കുടിക്കണം. എന്നിട്ട് കല്ല്. ആ ചോദ്യത്തിന് മറുപടി ഉദ്ദേശിച്ച കല്ല് പക്ഷെ കാണുന്നത് എല്ലാവരും നാണിച്ച് തലാഴ്ത്തിയിരിക്കുന്നതാണ്. ഒരാൾ നഖം കടിക്കുന്നു, ഒരാൾ നിലത്ത് കാലുകൊണ്ട് കളം വരയ്ക്കുന്നു, ഒരാൾ മുഖം പൊത്തി ഇരിക്കുന്നു, ഒരാൾ ദുപ്പട്ടയിലെ മുത്തുകൾ എണ്ണുന്നു. നിലത്തിരിക്കുന്നതുകൊണ്ട് മീനൂട്ടി നിലത്ത് കൈകൊണ്ട് കളം വരയ്ക്കുന്നു. അച്ചുവിന് കുറച്ചേ നാണം വന്നുള്ളൂ. കല്ലുവിനെ എല്ലാത്തിനെയും കണ്ടിട്ട് ദേഷ്യമാണ് വന്ന്. എന്താന്ന് ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? കല്ലു ഒച്ചയെടുത്തു. അതുകൊണ്ട് ചേച്ചിമാരൊക്കെ അവളെ പകച്ച് നോക്കുന്നുണ്ട്. നീയേ ഏലിയൻസും ജൂറാസിക് പാർക്കും ഒക്കെ കണ്ടെടുക്കുമ്പോൾ ഓർക്കണായിരുന്നു. അന്ന് ഞാൻ ഈ സ്പ്യാർക്കോ ഒക്കെ ആ നാമതും കാണുന്നതിന് നീ എന്നെ എന്തോരം പുച്ഛിച്ചാടി. അറ്റ്ലീസ്റ്റ് മലയാള സിനിമയെങ്കിലും കണ്ടു നീ ഇപ്പം ഇങ്ങനെ വായും പൊളിച്ചോണ്ട് നിൽക്കേണ്ടി വരികയായിരുന്നോ? എന്നിട്ടും കല്ലുവിനൊന്നും മനസ്സിലായില്ല. പിന്നെ ചേച്ചിമാർ പറഞ്ഞെടുത്തു. ചില ഭർത്താക്കന്മാർ കഥകടച്ച് മെല്ലെ വന്ന് കൈ പിടിക്കും, വളരെ സൗമ്യമായി. പക്ഷെ ചിലർ ആക്രാന്തം പിടിച്ച് ഒറ്റ ചാട്ടമായിരിക്കും. എന്തിന്? ഓ പുല്ല്. പിന്നെ നാണം. കൂട്ടത്തിൽ കുറച്ച് നാണമില്ലാത്ത മീനൂട്ടി ആയതുകൊണ്ട് അവൾ പറഞ്ഞു കൊടുത്തു. യു മീൻ പീഡിപ്പിക്കൽ? കല്ലുവിന്റെ കണ്ണ് രണ്ടും ഇപ്പോൾ താഴെ വീഴും. അങ്ങനെയും പറയാം, പക്ഷെ ഇത് സമ്മതത്തോടെയാണല്ലോ. അയ്യോ, ഇതെന്താ ഇങ്ങനെ? കല്ലുവിന്റെ യൗവനം പകച്ചു പോയെന്ന് തോന്നുന്നു. എടി, അതിനല്ലേ കല്യാണം കഴിക്കുന്നേ? കല്ലു ഭാഗി ചോദിക്കുന്നതിനും പറയുന്നതിനും മുമ്പേ കൗമാരക്കാരികൾ തിരികെ വന്നു. പിന്നെ വീണ്ടും ചിരിയും കളിയുമായി. അവസാനം പ്രേതകഥകൾ പറഞ്ഞ് എല്ലാവരും കൂടി ഒരു മുറിയിൽ ലൈറ്റിട്ട് കിടന്നുറങ്ങി. പേടികാരൻ ഉറങ്ങാൻ താമസിച്ചെങ്കിലും എല്ലാവരും കണ്ണടച്ച് കിടന്ന് അർജുനൻ, ഫാൽഗുനൻ, പാർത്ഥൻ ചൊല്ലുന്നുണ്ട്. എന്നാൽ കല്ലു മാത്രം കണ്ണുമിഴിച്ച് കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കിടക്കുകയാണ്.
അവളുടെ മനസ്സിൽ കുറച്ചു മുന്നേ കേട്ട കാര്യങ്ങൾ നിറഞ്ഞു വന്നു. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് അവൾ ഉറക്കത്തിലേക്ക് വീണു. എല്ലാവരും കല്യാണം കൂടെ റെഡിയല്ലേ? വായും നമുക്ക് കല്ലൂന്റെ വീട്ടിലേക്ക് പോവാം. എടി, എനിക്ക് ആ വട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാനിതെല്ലാം കൂടി വലിച്ചു വരച്ചിട്ട് എങ്ങോട്ടേലും ഓടിപ്പോവും. വിവാഹവേഷത്തിലെ ആഭരണങ്ങളും അണിഞ്ഞ് മേക്കപ്പും ഇട്ട് റെഡിയായിരിക്കുകയാണ് കല്ലു. അച്ചു മീനും കൂടെ തന്നെയുണ്ട്. രണ്ടുപേരും ഒരേ ഡിസൈൻ സോഫ്റ്റ് സിൽക്ക് സാരിയാണ്. അച്ചു റോയൽ ബ്ലൂ കളറും മീനു ഗ്രീനും. അങ്ങനെ പറയില്ലേ കല്ലു മോളെ, നീ പോയാൽ പിന്നെ നിന്റെ ആ റൈഡർ ചേട്ടനെ ആരെ കിട്ടും? കുറച്ചുകൂടി ലിപ്സ്റ്റിക്ക് ചുണ്ടിൽ തേച്ചുകൊണ്ട് കണ്ണാടിയിലെ സ്വന്തം രൂപത്തിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ മീനു മറുപടി കൊടുത്തു. ഓഹ്, നീയൊക്കെ എങ്ങനെയാണ് ദിവസം ഇതൊക്കെ വാരി തേക്കുന്നത്? എനിക്കിതേ മുഖത്തേക്ക് എന്തോ ഒഴുകി വരുന്ന പോലെയൊക്കെ തോന്നുവാ. അത് നീ ആദ്യമായിട്ട് മേക്കപ്പ് ഇടുന്നതുകൊണ്ട് തോന്നുന്ന എൻ്റെ കല്ല് ഒക്കെ അവിടെ തന്നെയുണ്ട്, ഒഴുകുന്നൊന്നുമില്ല. അച്ചു, ഇനി നീ ഇവിടെ കിടന്ന് തുള്ളിയിട്ട് വിയർത്തൊഴിയാലേ ഉള്ളൂ. ശേ, എന്നാലും എനിക്ക് എന്തോ പോലെ. ഈ ലിപ്സ്റ്റിക് ഉള്ളപ്പോൾ എങ്ങനെ കഴിക്കുക? ആ വയറ്റി പോവില്ലേ? ഓ, കുറച്ച് ലിപ്സ്റ്റിക്ക് തിന്നു ചത്തൊന്നും പോവില്ല. മീനു, അതെ, മീനുടെ ഏരിയ എന്തോരം തിന്നാന്നറിയോ? മോളെ കല്ലു, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ നിന്നെ എത്രയും സുന്ദരിയായും കണ്ടിട്ടില്ല. ഇതിപ്പോൾ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട പോലെ അല്ലേ? എന്താ ഒരു ഐശ്വര്യം, എന്താ ഒരു സൗന്ദര്യം, കരകവിഞ്ഞ് ഒഴുകിയല്ലേ. അപ്പം നീ അതൊക്കെ കണ്ട് ആസ്വദിക്കാൻ തേച്ചൊരച്ച് കളയാൻ നടന്നാലോ? അതുകൊണ്ട് മോള് നല്ല കുട്ടിയായിട്ടിരിക്കും. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് എന്തോ ആണെന്ന് തോന്നുന്നു ഗൃഹപ്രവേശം. വീട്ടിൽ കയറി കഴിഞ്ഞ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അതിനുള്ളിൽ കഴുകിക്കളയാലോ. അതെ, എന്നിട്ട് റിസപ്ഷന് വേണ്ടി വേറെ ഇടാം. റിസപ്ഷന് പിന്നെ ഇതൊക്കെ വാരിത്തേക്കാനോ? കോപ്പ്, ഏത് നേരത്താണോ എന്തോ കല്യാണത്തിന് സമ്മതിക്കാൻ തോന്നിയത്? നീ ഇപ്പോഴിങ്ങനെ തളർന്നാലോ കല്ലു? ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? ഈ മേക്കപ്പ് നീ ഇന്നൊരൊറ്റ ദിവസം ഇട്ടാൽ മതിയല്ലോ. അതോർത്ത് ഞാൻ പിടിച്ചിരിക്കുന്നേ. ഒരുങ്ങിക്കഴിഞ്ഞോ പിള്ളേരെ? രാധുവും ലക്ഷ്മി ആൻറ്റി കൂടി മുറിയിലേക്ക് കയറി വന്നു. കഴിഞ്ഞു ആൻറ്റി. എന്നാ ഇറങ്ങി. അവിടെ എല്ലാവരും ദക്ഷിണ വാങ്ങാൻ റെഡിയായിട്ട് നിൽക്കുക. കല്ലു, ദക്ഷിണ കൊടുത്ത് കാലു തൊട്ട് വണങ്ങണം കേട്ടോ. രാധു കല്ലുവിനോട് പറഞ്ഞ് താഴേക്ക് കൊണ്ടുപോയി. ദക്ഷിണ വാങ്ങാൻ നീണ്ട നിര തന്നെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെന്നാടി കുർള എക്സ്പ്രസ്സോ? മീനൂട്ടിയുടെ കമ്പനിന് ലക്ഷ്മി ആൻറ്റിയുടെ വാക്ക് കണ്ണുരുട്ടെ. കല്ലു ഇതുവരെ കണ്ടിട്ടില്ലാത്ത അമ്മാവന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിരത്തി പിടിച്ച് ദക്ഷിണ കൊടുത്തു എല്ലാവർക്കും. കിട്ടിയവിടെയൊക്കെ മുഖത്ത് സന്തോഷവും കല്ലുവിന്റെ മുഖത്ത് വോളിനിയുടെ പരസ്യത്തിലെ ചേച്ചിയുടെ എക്സ്പ്രഷന് അത് തന്നെ നടുവേദന. അവസാനം ബാലേട്ടനും രാധുവിനും കൊടുത്തു. നിറഞ്ഞ മനസ്സോടെ അവൾ അനുഗ്രഹിച്ചു. നിറഞ്ഞു വന്ന കണ്ണുകൾ അവൾ കാണാതിരിക്കാൻ അവർ പെട്ടെന്ന് അവിടുന്ന് മാറി. ഇറങ്ങാറായതും വണ്ടികളെല്ലാം മുറ്റത്ത് നിരന്നു. എല്ലാവരും കയറി ഓഡിറ്റോറിയത്തിലേക്ക് വിട്ടു. കല്ല് കോ ഡ്രൈവർ സീറ്റിലും പുറകിൽ അച്ചുവും മീനും കയറി. നിരഞ്ജനാണ് ഡ്രൈവർ. ഓഡിറ്റോറിയത്തിലെത്തിയതും അവരും 3 പേരെയും ഡ്രസ്സിംഗ് റൂമിലിരുത്തി. ബാക്കി എല്ലാവരും ചെക്കൻ കൂട്ടരെ കാത്തു നിന്നു. അധികം വൈകാതെ തന്നെ തമിഴ്നാട്ടിലെ ഗവർണർക്ക് എസ്കോട്ട് പോകുന്ന പോലെ കുറെ കാറുകൾ നിരനിരയായി വന്നു. ആദ്യത്തെ കാർ കാത്തുന്നവർക്ക് മുമ്പിൽ നിർത്തി ദേവനും ശ്രീദേവിയും ജഗ്ഗു ഇറങ്ങി. ശേഷം കാർ പാർക്കിങ്ങിലേക്ക് പോയി. അവരെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അടുത്തതായി അടുത്ത ബന്ധുക്കൾ വന്നു, അകന്ന ബന്ധുക്കൾ വന്നു, കൂട്ടുകാർ വന്നു, വീട്ടുകാർ വന്നു. പക്ഷേ പയ്യൻ മാത്രം വന്നില്ല. ചെക്കനെവിടെ? ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള മുറുമുറുപ്പുകൾക്കെല്ലാം ഇപ്പൊ വരുമെന്നുള്ള മറുപടി പോരാതെ വന്നു. സമയം നീങ്ങുന്തോറും എല്ലാവരുടെയും ക്ഷമ നശിക്കാൻ തുടങ്ങി. മുറുമുറുപ്പുകളുടെ തീവ്രത ഉയരാൻ തുടങ്ങിയതും കോമ്പൗണ്ടിലേക്ക് പൊടി വർത്തിക്കൊണ്ടൊരു ബ്ലാക്ക് മഹേന്ദ്ര താറ് പാഞ്ഞു വന്ന് നിന്നു. ഡോർ തുറന്നെങ്കിൽ ആളെ കണ്ടതും എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. സാക്ഷാൽ കാശിനാഥൻ. ചന്ദ്ര നിറമുള്ള ഷർട്ടും കോടിമുണ്ട് ഉടുത്തിറങ്ങിയ കല്യാണ ചെക്കനെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. മുണ്ടിന്റെ അറ്റം ഇടത് കൈകൊണ്ട് പൊക്കി പിടിച്ച് കാശി മുന്നിലേക്ക് നടന്നു. ഏത് കാശിക്ക് ബൊക്കയും ഹാരവും നൽകി സ്വീകരിച്ചു. എല്ലാവരും കൂടി അവൻ ആനയിച്ച് മണ്ഡപത്തിലേക്ക് ഇരുത്തി. ഇനി വധുവിനെ വിളിച്ചോളൂ. പൂജാരി പറഞ്ഞനുസരിച്ച് ബാലേട്ടൻ കല്ലൂവിനെ വിളിക്കാൻ പോയി. താരമേന്തിയ പെൺകുട്ടികൾക്ക് പുറകിലായി ബാലേട്ടന്റെ കൈയും പിടിച്ച് സർവാഭരണ വിഭൂഷിതയായവൾ നടന്നു വന്നു. അവളുടെ വിറക്കുന്ന കൈകളെ ബാലേട്ടൻ മുറുകെ പിടിച്ചു. ആ മുറുക്കത്തിൽ അവളുടെ പരിഭ്രമങ്ങൾ അകന്നു പോകുന്നു അവൾ അറിയുന്നുണ്ടായിരുന്നു. മണ്ഡപത്തെ വലം വെച്ച് കാശിയുടെ വാമഭാഗത്തായി അവൾ ഇരുന്നു. പ്രാർത്ഥനകൾക്കും മന്ത്രോച്ചാരണങ്ങൾക്കും ശേഷം അവിടെ നാദസ്വരമേളം മുഴങ്ങി. പൂജാരി കൊടുത്ത വരണമാലിയും അവൾ അവന് ചാർത്തി കൊടുത്തു. ബാലേട്ടൻ എടുത്തു കൊടുത്ത താലി കാശി കല്ലുവിന്റെ കഴുത്തിൽ ചാർത്തി. കണ്ണുകളടച്ച് കൈകൂപ്പി പ്രാർത്ഥനയോടെ അവൾ ആ താലി ഏറ്റുവാങ്ങി. അവന്റെ കൈകളാൽ തന്റെ സീമന്തരേഖ ചുവന്നപ്പോൾ ഉള്ളിലൊരു കുളിര് പടർന്ന് അവൾ അറിഞ്ഞു. എല്ലാവരും പുഷ്പങ്ങൾ വർഷിച്ച് അവർ അനുഗ്രഹിച്ചു. കന്യാദാനത്തിന് സമയമായപ്പോൾ ബാലേട്ടൻ കല്ലുവിന്റെ കൈ കാശിയുടെ കൈയിലേക്ക് ചേർത്ത് വെച്ചു. ശേഷം അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിലെ നനവും അപേക്ഷയുടെ അർത്ഥവും മനസ്സിലാക്കിയെന്നോണം അവൻ അദ്ദേഹത്തിന് നിറപുഞ്ചിരി സമ്മാനിച്ചു. അഗ്നിയെ 3 വട്ടം വലം വെച്ച് കാശിനാഥൻ കല്യാണിയെ സ്വന്തമാക്കി. പിന്നീട് അങ്ങോട്ട് ഫോട്ടോ എടുപ്പ് തന്നെയായിരുന്നു. വന്നവരെല്ലാം വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി. അവരിലായിരുന്നു കഴിക്കുന്ന നോക്കി സ്വന്തം വശപ്പ് മനഃപൂർവ്വം അവഗണിച്ച് അവർ അതേ നിൽപ്പ് നിന്നു. അവസാനം ആരോ വന്ന് ചെക്കനെയും പെണ്ണിനെയും സദ്യ കഴിക്കാൻ വിളിച്ചു. കേൾക്കേണ്ട താമസം. ബൊക്കയും ഹാരമൊക്കെ എറിഞ്ഞിട്ടൊരോട്ടമായിരുന്നു. കല്ലുവിന്റെ ഓട്ടം കണ്ട് മീനോളെ പിടിച്ചു നിർത്തി. നീ എങ്ങോട്ടേക്ക് ഓടുന്നു? ഇത് വല്ലവന്റെ കല്യാണമല്ല, മുന്തിത്തള്ളി സീറ്റ് പിടിക്കാൻ. നിന്റെ സ്വന്തം കല്യാണ. ഇവിടെ നിനക്കരാതെ ആരും തിന്നു തീർക്കില്ല. കല്ലു അവളെ മനോഹരമായി ചിരിച്ചു കാണിച്ചു. പിന്നെ സാവധാനം നടന്നുപോയി കാശിയുടെ അടുത്തായിരുന്നു.
ഇല വന്നു, ചോറ് വന്നു, പലതരം കറികൾ വന്നു, പപ്പടം വന്നു, വീണ്ടും ചോറ് വന്നു, പിന്നെയും വരാത്തതിനൊക്കെ വിളിച്ചു വരുത്തി. അവസാനം പായസവും വന്നു, ഇടയിൽ അച്ചാറും വന്നു. എല്ലാം തട്ടി എണീക്കാൻ നേരമാണ് സ്വന്തം കല്യാണമാണെന്ന് വീണ്ടും ഓർത്ത് പിന്നെ അടങ്ങി ഒതുങ്ങി നടന്ന് കൈ കഴുകാൻ പോയി. അവിടെ ചെന്ന് ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നീട്ടിയൊരു ഏമ്പക്കം വിട്ടു. ഓ ആശ്വാസം. ഇത്രയും നേരം പിടിച്ചു വെക്കാൻ പെട്ട കഷ്ടപ്പാടൊക്കെ ഓർത്ത് കൈ തേച്ചൊരച്ച് കഴുകി തിരികെ ചെന്നു. വീണ്ടും സ്റ്റേജിലേക്ക്. സ്മൈൽ പ്ലീസ്. കല്യാണത്തിൽ വന്ന പെൺപിള്ളേരെയൊക്കെ വായി നോക്കി നടക്കുന്നതിനിടയിലാണ് സായിയുടെ കണ്ണിൽ ഒരു പെൺകുട്ടി പെടുന്നത്. ഇന്ന് വരെ ആരോടും തോന്നാത്തൊരു ആകർഷണം അവളോട് തോന്നുന്നവൻ അറിഞ്ഞു. വീണ്ടും വീണ്ടും അവളെ നോക്കാൻ തോന്നുന്ന പോലെ. അതെ, അത് തന്നെ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ആ കുട്ടിയെ നോക്ക്. കിരണിന്റെ തോളിലൂടെ ഇട്ടിരുന്ന കൈ അവന്റെ കഴുത്തിലൂടെ ചുറ്റി അടുപ്പിച്ച് അവൾ നിൽക്കുന്നതിന് തേച്ച് വേണ്ടി കാണിച്ചു കൊടുത്തു. ഏത് ആ പച്ചയോ? അവക്കെന്നാ? എടാ സ്പാർക്ക്. ആർക്ക്? നിനക്കോ? അത് നിനക്ക് ഏത് പണിയിൽ കണ്ടാലും തോന്നുന്നല്ലേ? പോടാ, ഇത് ഒറിജിനൽ സ്പാർക്കാ. ആ ബെസ്റ്റ്. അത് കല്യാണിന്റെ കൂട്ടുകാരിയാ, മീനാക്ഷി. സായി മീനാക്ഷി. ഹായ്, ഇതൊരു ചേർച്ചയാണല്ലേ. ആ പേരിൽ മാത്രമല്ല, സ്വഭാവത്തിൽ നല്ല ചേർച്ചയുണ്ട്. ഇതാ കണ്ടോ, വഴി പോണ ഒറ്റ ചെക്കന്മാരെ വെറുതെ ഇടുന്നില്ല. ഒന്ന് മുട്ടി നോക്കാല്ലേ? എന്നാ ചെല്ലു. ഓൾ ദി ബെസ്റ്റ്. അടിയാ. സായി പയ്യെ മീനുവിനെ കാണാൻ പാകത്തിന് അടുത്തൊക്കെ പോയി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ അവനെ ശ്രദ്ധിച്ചു. അച്ചു, ഒരു കിഴിലൻ ചേട്ടൻ നിന്നെ നോക്കുന്നു. എന്നെയോ? ഒന്ന് പോയിടി, നിന്നെ ആയിരിക്കും. എന്നെയോ? മീനോ നിൽക്കുന്നിടത്തുനിന്ന് അവളിലേക്കും അച്ചുവിലേക്കും ഓരോ സാങ്കല്പിക വരകൾ വരച്ചു. അതിന്റെ കോണളവും ദിശയുമൊക്കെ നോക്കി വന്നപ്പോൾ അത് അവൾക്കുള്ള പണിയാണെന്ന് ബോധ്യമായി. പിന്നെ ഒരു നിമിഷം പാഴാക്കാതെ അവൾ അച്ചുവിനെ വലിച്ചുകൊണ്ട് ഓടി. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ പോയ വഴിക്ക് അച്ചോളെ ഇട്ടിട്ട് പോയി. അതൊന്നും അറിയാതെ പോയി അവളൊരു കസേരയിൽ തട്ടി നിന്നു. മുന്നോട്ട് നോക്കുമ്പോൾ ആ കസേരയിൽ ഇരിക്കാനായി ഒരു വല്യമ്മ കുനിയുന്ന കണ്ടു. കസേര മാറിയതറിയാതെ ഇരിക്കാൻ പോയതും വീഴാതിരിക്കാൻ മീനു അവരെ താങ്ങി പിടിച്ചു. തന്നെ രക്ഷിച്ച മാലാഖയുടെ നന്ദി പറയാൻ അവർ വെമ്പൽ കൊള്ളുന്ന അവൾ കണ്ടു. അത് കേൾക്കാനായി അവളും ആഗ്രഹിച്ചു. ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുന്നത്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ വല്യമ്മ ചോദിച്ചു, കല്യാണം ഒന്നും ആയില്ലേ മോളെ? സ്വന്തം അമ്മയിൽ കാണാത്ത ആവലാതിയായിരുന്നു അവരുടെ മുഖത്തപ്പോൾ. ആ പിടിച്ചപടി അവർ ആ കസേരയിൽ വെച്ചിട്ട് അവൾ എങ്ങോട്ടെന്നില്ലാതെ ഓടി. ഇറങ്ങാൻ നേരമായി എന്ന് ആരോ എന്ന് പറഞ്ഞപ്പോൾ കല്ലുവിന് നെഞ്ചിലൊരു പിടപ്പ് അനുഭവപ്പെട്ടു. പെട്ടെന്ന് തന്നെ യാത്ര പോകാനുള്ള വണ്ടികളും യാത്രയാകാനുള്ളവരും യാത്രയാക്കാനുള്ളവരും നിരന്നു. രാധു ദേവിയുടെ കൈപ്പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. എന്തു പറയണമെന്ന് അറിയില്ല. ദേവി, അവൾക്ക് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. പിന്നെ നീ എന്തിനാ രാധു ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എനിക്കറിയില്ല നമ്മുടെ കല്ലുവിനെ. അവൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ദേവി രാധുവിനെ ആശ്വസിപ്പിച്ചു. പിന്നെ അവൾക്ക് അടുക്കളപ്പണിയൊന്നും വശമില്ല, പാചകം ഒട്ടും വശമില്ല. അതോർത്ത് ഒട്ടും പേടിക്കേണ്ട രാധു. അതൊന്നും എനിക്കറിയില്ല. സെർവൻ്റൊക്കെ ഉള്ളതുകൊണ്ട് തട്ടിമുട്ടി പോകുന്നല്ലേ. രാധു അന്തം വിട്ട് നിന്നു. വാ പോണ്ടേ? പെട്ടെന്ന് ദേവേട്ടൻ വന്ന് ദേവി വിളിച്ചു. അവർക്ക് ആദ്യം പോകണല്ലോ. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ പോയി. ബാലേട്ടൻ കാശി വിളിച്ച് കുറച്ച് മാറിയുന്നു. മോനെ കല്ലു, അവളെ ഞങ്ങൾ കുറച്ച് കൊഞ്ചിച്ചൊക്കെയാണ് വളർത്തിയത്. ഇപ്പോഴും കൊച്ചുകുട്ടിയാ അവള് ഞങ്ങൾക്ക്. പിന്നെ അവളെന്തെങ്കിലും കുറുമ്പൊക്കെ കാട്ടിയ തല്ലാനും വഴക്ക് പറയാനൊന്നും പോകണ്ട. അല്ല, മോനങ്ങനെ ചെയ്യില്ല എന്നറിയാം. എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ തിരുത്തി കൊടുത്തോളാം. ഇല്ലെങ്കിൽ അവൾക്ക് വിഷമായാലോ? അവൾക്ക് അത്ര പക്വതയൊന്നുമില്ല. മോനത് അങ്കിളിങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല അങ്കിൾ. ഞാനായിട്ട് അവളെ വേദനിപ്പിക്കില്ല. പിന്നെ എന്നെക്കാൾ കാര്യമായിട്ട് അച്ഛനും അമ്മയോളെ നോക്കും. ഞാൻ അവളെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരെന്നെ കൊല്ലും. അതുകൊണ്ട് അങ്കിൾ പേടിക്കാണ്ട് ധൈര്യമായിട്ടിരിക്കുക. കാശി ബാലനെ ചേർത്ത് പിടിച്ച് കല്ല് കരയാതെ പിടിച്ചെടുക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആദ്യം കൂട്ടുകാരോടും കസിൻസിനോടും ബന്ധുക്കളോടൊക്കെ യാത്ര പറഞ്ഞു. ഏതുകുട്ടോയി, ഞാൻ പോയെന്ന് വെച്ച് എൻ്റെ മുറിയെങ്ങാനും കയ്യാറിയല്ലേ? അറിയാലോ എന്നെ സുട്ടിടുവൻ. ഏതോ ആളെ നോക്കാതെ മുഖം വിരിച്ച് നിൽപ്പാണ്. എന്താണ് കുട്ടിത്തേവങ്ക മിണ്ടാത്തേ? കല്യാവന്റെ താളിൽ പിടിച്ച് മുഖമുയർത്തി. ഇനി അമ്മയുണ്ടാക്കുന്ന പഴംപൊരിയൊക്കെ ഒറ്റയ്ക്ക് തിന്നീർക്കാനെന്നോർത്തുള്ള ആനന്ദാശ്രമല്ലേടാ ഇത്? അവന് നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചതും ഒരു പൊട്ടിക്കരച്ചിലോടെ അവൻ അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. കല്ലു ആകെ വല്ലാതായി. അവന്റെ സങ്കടം എത്രത്തോളം ഉണ്ടെന്നറിയാം. അത് മാറ്റിയെടുക്കാൻ ഓരോന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഒരു വിധത്തിലാണ് പിടിച്ചു നിൽക്കുന്നത്. കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയായപ്പോൾ ആരൊക്കെ അവനെ പിടിച്ച് മാറ്റി നിർത്തി. പിന്നെ അവൾ രാധുവിന്റെ അടുത്തേക്ക് നടന്നു. അയ്യേ, രാധുട്ടീന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്? ഇനി ആരെ വഴക്ക് പറയുന്ന ഓർത്താണോ? സില്ലി ഗേൾ. രാധുവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തി. മോൾ അവിടെ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അമ്മ വഴക്ക് പറയോ? കല്ലുവിന്റെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് പിടിച്ചിർത്തിയ കണ്ണുനീര് ഒഴുകാൻ തുടങ്ങിയതും രാധു മുഖം കുരി ചുണ്ടുകൾ കടിച്ചു പിടിച്ച് നിന്നു. കല്ലു പിന്നെ അങ്ങ് നോക്കിയതേയില്ല. കൊച്ചിനെ കരയിക്കില്ല രാധു, ആരോ പറയുന്ന കേട്ടു. അവളുടെ കണ്ണുകൾ ആരെയോ തിരയുകയായിരുന്നു. ദൂരെ നിന്നും കാശിയോടൊപ്പം നടന്നു വരുന്ന ബാലേട്ടനിൽ അവ തറഞ്ഞു നിന്നു. ചുറ്റും നിൽക്കുന്നവരെയും നോക്കാതെ ഓടിച്ചെന്ന ആ മാറിലേക്ക് വീണ് ഈ നേരം വരെ പിടിച്ചു വെച്ച കണ്ണുനീരെല്ലാം ഒഴുക്കിവിട്ടു. ബാലേട്ടൻ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ആദ്യമായി അവളെ കൈകളിൽ ഏറ്റുവാങ്ങിയത്, ആ ചോരക്കുഞ്ഞ് തന്നെ നോക്കി കണ്ണ് ചിമ്മിയത്,
അച്ഛൻ്റെ മടിയിൽ കിടന്നുറങ്ങാൻ അവൾ വാശി പിടിച്ച് കരഞ്ഞത്. പൂവിനെയും പൂമ്പാറ്റയെയും അമ്പിളി മാമനെയും ഒക്കെ ആദ്യമായി കണ്ടപ്പോൾ കൗതുകം കൊണ്ട് അവിടെ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു. ആദ്യമായി അച്ഛ എന്ന് വിളിച്ചത്, ഈ കൈകളിൽ തൂങ്ങി പിച്ചു വെച്ചത്, എത്തുന്ന ഉയരത്തോടെ എടുത്തുയർത്തിയപ്പോൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചത്, സ്കൂളിലെ ആദ്യ ദിവസം ടീച്ചർമാരുടെ കണ്ണു വെട്ടിച്ച് അച്ചായനെ ഇട്ടുപോകല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി വന്നത്, ആദ്യമായി കിട്ടിയ സമ്മാനം കാണിക്കാൻ സന്തോഷത്തോടെ വന്ന് കുഞ്ഞനിയൻ വന്നെന്ന് പറഞ്ഞപ്പോൾ ഇനി എന്നെ കൊണ്ടുപോയി കളയോ എന്ന് ചോദിച്ച് വിതുമ്പിയത്, ഈ നെഞ്ചിൽ കിടന്നുറങ്ങിയത് എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ആ അച്ഛൻ്റെയും മകളുടെയും സ്നേഹം കണ്ടുന്നവരിലും നോവുണർത്തി. കല്ലുവിൻ്റെ കരച്ചിൽ ഉടനെ തീരില്ലെന്ന് കണ്ട അച്ചു മീനു രംഗത്തിറങ്ങി. ഡി മതിയടി ഷോറിക്കിയത്, 1 മണിക്കൂർ കഴിഞ്ഞ റിസപ്ഷൻ വീണ്ടും കാണാനില്ല, എന്നിട്ടായി കിടന്ന് മോങ്ങുന്നു. മീനു ഇതാതൊന്നുമല്ലടി, ഇവൾക്ക് ഈ മേക്കപ്പ് ഉള്ളയാളുള്ള പ്ലെയിൻ ഓടിക്കൽ മൂവാ. അച്ചു കല്ലു നിവർന്നവരെ കണ്ണുകുറിപ്പിച്ച് നോക്കി. ആ ഗ്യാപ്പിൽ ഇനി ഒരു കരച്ചിലിന് സമയം കൊടുക്കാതെ ചേട്ടന്മാരെല്ലാം കൂടി അവളെ പൊക്കിയെടുത്ത് വണ്ടിയിലിട്ടു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി വന്നപ്പോഴേക്കും കാശി എല്ലാവരോടും യാത്ര പറഞ്ഞു വന്ന് കയറിയിരുന്നു. പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്തു. ജഗ്ഗുവാണ് ഓടിച്ചിരുന്നു. കോ ഡ്രൈവർ സീറ്റിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവരെന്തെങ്കിലും സംസാരിക്കും മുന്നേ കല്ലു കണ്ണടച്ച് സീറ്റിലേക്ക് ചാരി കിടന്നു. സ്വന്തം വീട്ടിൽ ഇനി മുതൽ താൻ വെറും ഒരു അതിഥിയാണെന്നുള്ള ചിന്ത അവളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.